2023 അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന PA മുഹമ്മദ് റിയാസ് പ്രവൃത്തി ഉദ്ഘാടനം ചെയ്ത പഴയങ്ങാടി പാലമാണിത്. പാലത്തിൻ്റെ പ്രവൃത്തി അനന്തമായി നീളുകയാണ്. പഴയങ്ങാടിക്കാർ ചോദിക്കുകയാണ്, എന്നാണ് ഈ പാലം പൂർത്തിയാവുക? നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് നിലച്ച പഴയങ്ങാടി പാലം നിർമ്മാണ പ്രവൃത്തി പുനരാരംഭിച്ചില്ല. സമയബന്ധിതമായി പാലം നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന കരാറുകാർ ഉറപ്പു നൽകിയിരുന്നുവെങ്കിലും പണി നീണ്ടുപോവുകയാണ്. 2023 ജൂൺ 17 മുൻ മന്ത്രി PA മുഹമ്മദ് റിയാസാണ് നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചത്. 2024 ഡിസംബറോടെ പാലം നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ഇതുവരെ നടന്നില്ല. ഒടുവിൽ ഈ വർഷം ജനുവരിയോടുകൂടി പാലം പ്രവൃത്തി പൂർത്തിയാക്കുമെന്നും അധികൃതർ അറിയിച്ചിരുന്നു. എന്നാൽ അതും നടന്നില്ല. പാലത്തിൻ്റെ പണി എത്രയും വേഗം പൂർത്തിയാക്കിയില്ലെങ്കിൽ പഴയ പാലത്തിൻ്റെ ആയുസ് ഇതുപോലെ തന്നെ പഴയ പാലാണ്. അത് എപ്പോഴാണ് പൊട്ടി വീഴുമെന്ന് പറയാൻ കഴിയില്ല. പുതിയ ഈ ഹൈവേയുടെ പണി നടക്കുന്നതുകൊണ്ട് മുഴുവൻ വാഹനങ്ങളും ഇപ്പോൾ പ്ലാത്രം നിന്ന് KSTP റോഡ് വഴിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭാരം താങ്ങാൻ കഴിയാതിരിക്കും പഴയ പാലം വീണ്ടും അപകടാവസ്ഥയിലാവും. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന പഴയങ്ങാടി പാലം നിർമ്മാണം നിലച്ച മട്ടാണ്. 18.51 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ പാലം പണിക്കായി അനുവദിച്ചത്. 9 സ്പാനുകളിലായി 246 മീറ്റർ നീളത്തിലാണ് പാലം നിർമ്മിക്കേണ്ടത്. പാലം പണി വേഗത്തിൽ പൂർത്തിയായാൽ നിലവിലെ KSTP റോഡിലെ പഴയങ്ങാടി ടൗൺ റോഡ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലെ ഗതാഗത കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരമുണ്ടാകും. പാലം പ്രവൃത്തി നിലച്ചിട്ട് നാളുകളേറെയായി. പാലത്തിൻ്റെ കമ്പികളും മറ്റും തുരുമ്പെടുത്ത് നശിക്കുന്ന അവസ്ഥയിലാണ്. എത്രയും പെട്ടെന്ന് പ്രവൃത്തി പൂർത്തിയാക്കാൻ ആവശ്യം നടപടി വേണമെന്നാണ് നാട്ടുകാരും ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പിയോടൊപ്പം നികേഷ് താവം, നെറ്റ്വർക്ക് ന്യൂസ്.